ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു. ദ അസൈൻമെൻറ്റ് ഈസ് ദിസ്: റൈറ്റ് ദ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ഫോളോയിങ്. ഈ തന്നിരിക്കുന്ന എ ബി സിയുടെ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിരുന്നു അസൈൻമെൻറ്റ്. സ്ക്വയർ ബ്രാക്കറ്റിൽ ഫസ്റ്റ് നിയോൺ 3s2 3p3, ആർഗൺ 3d5 4s2, ക്രിപ്റ്റോൺ 5s1. എല്ലാവരും എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശരി, അതായത് ഇതായിരുന്നു നമ്മുടെ ആൻസർ. നിയോൺ ൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. 10 വരുമ്പോൾ ഇത്രയും ഭാഗമാണ് 10. 1s2 2s2 2p6, ബാക്കി 3s2 3p3 അവിടെ ഉണ്ട്, ചേർത്ത് നമ്മൾ എഴുതി. ഇനി ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18 ആണ്. 18 എവിടം വരെ ആകുമ്പോൾ 18 ആകും? 1s2 2s2 2p6 3s2 3p6 ഇവിടം വരെ ആകുമ്പോൾ 18 ആകും. അതാണ് നമ്മളിവിടെ ആർഗൺ കൊടുത്തിരിക്കുന്നത്. 3d5 4s2 ബാക്കിയോടുള്ളത് ചേർത്തെഴുതി. അടുത്ത ക്രിപ്റ്റോണിൻ്റെ അറ്റോമിക് നമ്പർ 36 36. 1s2 2s2 2p6 3s2 3p6 3d10 4s2 4p6 2 4 10 12 18 28 30 36 ആയി. പിന്നെ 5s1 തന്നിട്ടുണ്ട്, അതോടെ ചേർത്തെഴുതി നമ്മൾ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ അസൈൻമെൻറ്റിൻ്റെ ആൻസറാണിത്. ടുഡേ വി ഡിസ്കസ് അബൌട്ട് ദി വാലൻസി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. When we study the characteristics of SPDF block elements, we use the word valency, valence electrons, oxidation state, oxidation number, etc. അതായത് SPDF ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് സംയോജകത, സംയോജക ഇലക്ട്രോൺ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ, ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ 9 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പം നമുക്ക് അതൊരു ലേശം ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. അതെന്താണെന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കാമോ? അപ്പോൾ എന്താണ് വാലൻസി? വാട്ട് ഈസ് വാലൻസി? സംയോജകത എന്നാൽ എന്ത്? വാലൻസി എന്ന് മലയാളത്തിലും പറയും, സംയോജകത എന്നും പറയും. ശരിക്കും വാലൻസി ഇംഗ്ലീഷ് വേർഡാണ്, അതിൻ്റെ മലയാളമാണ് സംയോജകത. വാട്ട് ഈസ് വാലൻസി? ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് വാലൻസി. ആറ്റങ്ങൾക്ക് മറ്റാറ്റങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുവാനുള്ള കഴിവാണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. എന്തിനാണ് ആറ്റങ്ങൾ മറ്റാറ്റങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്? നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പം കുറച്ച് മൂലകങ്ങൾക്ക് മാത്രമേ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാതെ തന്നെ സ്ഥിരത കൈവരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി ആറ്റംസ് അണ്ടർഗോസ് കെമിക്കൽ റിയാക്ഷൻ. അപ്പം അതാണ് കമ്പൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് ആൻ ആറ്റം? സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് ആൻ ആറ്റം മീൻസ് attain 8 electron in the outermost shell. That is the stable state. എങ്കിൽ മാത്രമേ ആറ്റത്തിന് സ്ഥിരത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ ആറ്റങ്ങളുടെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല. 18ാം ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയ ഹീലിയം ഒഴികെ നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ ഇവരുടെയൊക്കെ ബാഹ്യതമ ഷെല്ലിലാണ് 8 ഇലക്ട്രോൺ ഉള്ളത്. ബാക്കി എലമെൻസിൻ്റെ ഒന്നും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല. ആ 8 ഇലക്ട്രോൺ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവ മറ്റു മൂലകങ്ങളുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അപ്പോൾ ദി എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദി വാലൻസി. നമുക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. മെയിൻ ഷെൽ പ്രകാരമുള്ള ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ 2 8 1. സബ്ഷെൽ ക്രമത്തിൽ എഴുതിയാൽ
1s2, 2s2, 2p6, 3s1. അപ്പോൾ 2 കെ ഷെല്ലിൽ 8 എല്ലിൽ 1 എമ്മിലാണ് അല്ലേ, ലാസ്റ്റ് ഷെല്ല് എം ആണ്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണ് സോഡിയത്തിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേബിൾ സ്റ്റേറ്റ്. Sodium has a tendency to attain stability by giving this electron or losing this electron. 1s means K shell, 2s 2p means L shell, 3 means M shell. Here the 3s1 belongs to M shell. The power of S is 1. This denotes number of electron. So here also the outermost shell, number of electron in the outermost shell is 1. മെയിൻ ഷെൽ പ്രകാരമായാലും സബ്ഷെൽ പ്രകാരമായാലും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി സോഡിയം അണ്ടർഗോസ് കെമിക്കൽ റിയാക്ഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ, ക്ലോറിൻ, അറ്റോമിക് നമ്പർ 17. എങ്ങനെ വരും? മെയിൻ ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 7. K, L, M. This is the subshell electronic configuration. 1s means K, 2s 2pl, 3s 3s2 3p5, 3 വന്നപ്പോൾ M ആണ്. Last level is M shell. M has 2 subshells here, S and P. The electrons are 2 and 5. So the outermost shell have 2 plus 5, 7 electrons. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ചിലർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ M shell have 7 electrons. This is not a stable state. Chlorine also need one more electron for attaining stability. When sodium combines with chlorine, sodium gives 1 electron to chlorine. According to Bohr model, center part of an atom nucleus, first shell is K shell, 2 electron. L shell 8 electron. ഈ ഒരു ഇലക്ട്രോൺ ഉള്ളത് എം ഷെല്ലിലോട്ട് പോകുന്നു. ദിസ് ഈസ് ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദി എം ലെവൽ. സിമിലർലി ക്ലോറിൻ, this one sodium, this one chlorine. സോഡിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണും ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1, 2, 3, 5, 6, 7 ഇലക്ട്രോണും. അപ്പോൾ ദിസ് ഇലക്ട്രോൺ ഗോസ് ടു ദിസ് ഷെൽ ഓഫ് ക്ലോറിൻ. അങ്ങനെ സോഡിയത്തിൽ നിന്ന് 1 ഇലക്ട്രോൺ ക്ലോറിന് കിട്ടുമ്പോൾ സോഡിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്രയാവും? ഇപ്പോൾ 8 ഇലക്ട്രോൺ ആയി. Chlorine outermost shell 8 electron. This is the combining capacity of an atom. Do you understand this? Now another example, magnesium, atomic number 12, 282. M shell have 2 electrons. Such electronic configuration last means 3s2. Last electron is 2. Next element is oxygen. Atomic number 8. Electronic configuration 2, 6. Last shell is L. Number of electron in the last shell is 6. Subshell electronic configuration is 1s2, 2s2, 2p4. Last shell means 2s2, 2p4. 2 വരുന്നതുകൊണ്ട് L shell. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 6 ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ വരുന്നത്. അപ്പോൾ for attaining stability, magnesium give 2 electron. For attaining stability, magnesium give 2 electron.
ഈ 2 ഇലക്ട്രോൺ അങ്ങ് പോയാൽ മെഗ്നീഷ്യത്തിൻ്റെ ഭാഗിതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവും. ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി ഓക്സിജൻ നീഡ്സ് 2 ഇലക്ട്രോൺ. ഓക്സിജനിന് 2 ഇലക്ട്രോൺ വേണം, എങ്കിൽ മാത്രമേ ഓക്സിജന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ആവുകയുള്ളൂ. ഈ 6 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ കൊണ്ടും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസിയർ. ഗെയിനിങ് 2 ഇലക്ട്രോൺ ഈസ് മോർ ഈസിയർ ദാൻ ലൂസിങ് ദിസ് 6 ഇലക്ട്രോൺ. അതുകൊണ്ട് ഓക്സിജൻ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ 2 ഇലക്ട്രോണിന് ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓക്സിജനും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗെയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ലൂസ് ചെയ്യുന്നതോ ആയ ഇലക്ട്രോൺ ആണ് വാലൻസി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം. അപ്പോൾ അറ്റോമിക് നമ്പർ അറിയണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അത് മെയിൻ ഷെല്ലാകാം, സബ് ഷെല്ലാകാം. മെയിൻ ഷെല്ല് സബ് ഷെല്ല് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ലാസ്റ്റ് ഷെല്ല് എസും പിയും കൂടെ ഒക്കെ വരുന്നെങ്കിൽ അത് കൂട്ടിയെടുക്കണം. അത് പ്രത്യേകിച്ച് ഓർമ്മിക്കണം. അതുകൊണ്ട് വാലൻസിയുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മെയിൻ ഷെൽ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാകുക. പക്ഷേ സബ് ഷെൽ തന്നിട്ട് എഴുതേണ്ട ചില സന്ദർഭങ്ങൾ വരും. അപ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എസും പിയും കൂടെ ഒരേ ഷെല്ലിൽ വരികയാണെങ്കിൽ അതിൻ്റെ പവറുകൾ കൂട്ടി വേണം ലാസ്റ്റ് ഇലക്ട്രോൺ കണക്കാക്കേണ്ടത്. കൊടുക്കുന്ന ഇലക്ട്രോൺ എത്ര വരും, ഗെയിൻ ചെയ്യുന്ന ഇലക്ട്രോൺ എത്ര വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 4 എലമെൻറ്റ്സ് ആണ് ഇപ്പോൾ പഠിച്ചത്. സോഡിയം, ക്ലോറിൻ, മെഗ്നീഷ്യം, ഓക്സിജൻ. സോഡിയത്തിൻ്റെ വാലൻസി 1 ആണ്, ക്ലോറിൻ്റെ വാലൻസി 1 ആണ്, മെഗ്നീഷ്യം 2 ആണ്, ഓക്സിജനും 2 ആണ്. സോഡിയം, there is a relation between group number and valency. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. ബെറിലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പാണ്, മെഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പാണ്. സോഡിയത്തിൻ്റെ വാലൻസി 1 ആണ്, മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2 ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഹാവ് വാലൻസി 1. Second group elements have valency 2. All the elements in the same group have same valency. So first group elements valency 1 ആണ്, സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിൻ്റെയൊക്കെ വാലൻസി 2 ആണ്. അങ്ങനെ നമുക്ക് ഈ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ 9th പഠിച്ച വാലൻസി ഇവിടെ എങ്ങനെ റിലേറ്റഡ് ആകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ബ്ലോക്ക് എലമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ വി ലേൺ അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SPDF ബ്ലോക്ക് എലമെൻറ്റ്സ്. എസ് എലമെൻറ്റ്സ് ഹാവ് ഫിക്സഡ് വാലൻസി എന്നൊരു വേർഡ് നമ്മുടെ പാഠഭാഗത്ത് വരുന്നുണ്ട്, ഒരു ലൈൻ. അവിടെയാണ് നിങ്ങൾ വാലൻസി എങ്ങനെ ഫിക്സഡ് ആകുന്നത്, എന്താണ് ടീച്ചറെ വാലൻസി, വാലൻസി സംയോജകത ഒന്ന് തന്നെയാണോ, ക്ലാസ് ഗ്രൂപ്പുകളിലൂടെ ഓൺലൈൻ ക്ലാസ് കണ്ടതിന് ശേഷം കുട്ടികൾ ഷെയർ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ടീച്ചർ ഈ ഭാഗം എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ വാലൻസി മീൻസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആറ്റം ഗെയിൻ ഓർ ലോസ് ഇലക്ട്രോൺ. ദാറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് വാലൻസി. ദാറ്റ് ഈസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പം sodium belongs to first group, magnesium belongs to second group. Here we study about blocks means SPDF block. So sodium and magnesium belongs to S block elements. S block elements have valency 1 or 2 only. Do you understand? അത് പ്രത്യേകിച്ച് ഓർക്കണം, എസ് ബ്ലോക്ക് എലമെൻസിന് 1 or 2 വാലൻസി ഉണ്ടാവുകയുള്ളൂ. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൽ 1ാം ഗ്രൂപ്പിലും 2ാം ഗ്രൂപ്പിലുമാണ്. 1ാം ഗ്രൂപ്പിലുള്ളവർക്ക് വാലൻസി 1, 2ാം ഗ്രൂപ്പിലുള്ളവർക്ക് വാലൻസി 2. നെക്സ്റ്റ് നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ബ്ലോക്കുകളുടെ പിക്ചർ തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഫ്രം 13th column of the periodic table. That means 13ാം ഗ്രൂപ്പ്. Columns are named as groups in periodic table. First element in the 13th group is boron. Atomic number 5. Atomic number 5.
1s2 2s2 2p1 2 3. ഇപ്പോൾ ലാസ്റ്റ് ഷെല്ലെന്ന് പറയുന്നത് കെ എല്ലിൽ 3 ഇലക്ട്രോൺ, അപ്പോൾ വാലൻസി 3 ആണ്. 14th ഗ്രൂപ്പിൽ ഫസ്റ്റ് എലമെൻറ്റ് കാർബൺ ആണ്, അറ്റോമിക് നമ്പർ 6. അപ്പോൾ 1s2 2s2 2p2 2 4. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ 4 ആണ്. 4 വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് 4 നഷ്ടപ്പെടുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യും. കാർബണിൻ്റെ ഒരു പ്രത്യേകതയാണ്. കെമിക്കൽ റിയാക്ഷനിൽ കാർബൺ ആറ്റംസ് നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് 4, അപ്പോൾ ബാലൻസി ഈസ് 4. 15th ഫസ്റ്റ് എലമെൻറ്റ് നൈട്രജൻ, അറ്റോമിക് നമ്പർ 7 2 5. ഹിയർ വാട്ട് ഈസ് ദി വാലൻസി? വാലൻസി എത്ര വരും? ലാസ്റ്റ് ഇലക്ട്രോൺ 5 ആണ്. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? ദ ലാസ്റ്റ് ഇലക്ട്രോൺ ബിക്കംസ് 3, വാലൻസി 3, ലാസ്റ്റ് ഇലക്ട്രോൺ 4, വാലൻസി 4. സോഡിയത്തിൻ്റെ കേസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ 1, വാലൻസി 1. മെഗ്നീഷ്യത്തിൻ്റെ കേസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ 2, വാലൻസി 2. ദിസ് ഈസ് ദ 15th ഗ്രൂപ്പ്, 15ാം ഗ്രൂപ്പാണ്. 15ാം ഗ്രൂപ്പിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്ന 5 ആണ്. 5 അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ 5 ആകുമ്പോൾ ഓക്റ്ററ്റ് ആകാൻ ഇനി എത്ര ഇലക്ട്രോൺ വേണം? 3 ഇലക്ട്രോണും കൂടെ മതി. അപ്പോൾ ഗെയിൻ ഇലക്ട്രോൺ ഓർ giving number of electron gained the atom or number of electron given by the atom, that is the valency for attaining octet. അപ്പോൾ ഇവിടെ 8 ആകാൻ എത്ര വേണം? 3 ഇലക്ട്രോൺ. 5 ഇലക്ട്രോൺ കൊടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് 3 ഇലക്ട്രോൺ സ്വീകരിക്കുന്നത്. സോ ഹിയർ ദ വാലൻസി ഈസ് 3. അപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ 1 വാലൻസി, സെക്കൻഡ് ഗ്രൂപ്പിന് 2 ആണ്. തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 13ാമത്തെ ഗ്രൂപ്പിന് നമുക്ക് വാലൻസി 3 കിട്ടി. 14 വന്നപ്പോൾ 4 എഴുതി. 15 ഓൺവേർഡ്സ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല, 3 ആണ്. അപ്പം 16th ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെൻറ്റ് ഓക്സിജൻ ആണ്, അറ്റോമിക് നമ്പർ 8 ആണ്. 2p4 2 6. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഈസ് 6. For attaining octet it need 2 electron. 8 ആകാൻ 2 ഇലക്ട്രോണും കൂടി വേണം. 6 ഇലക്ട്രോൺ കൊടുക്കുന്നതിനേക്കാൾ എളുപ്പം 2 ഇലക്ട്രോൺ സ്വീകരിക്കുന്നതാണ്. ഈസിയർ ടു ഗെയിൻ 2 ഇലക്ട്രോൺ. സോ ദ വാലൻസി ഈസ് 2. 17th ഗ്രൂപ്പ് ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ഫ്ലോറിൻ, അറ്റോമിക് നമ്പർ 9 2p5 2 7. Here the outermost number of electron is 7. For attaining stability 1 more electron needed. It is easier than gain 1 electron. So the valency is 1. Next 18th group. First element is helium, atomic number 2 1s2. Only 2 electron in the K shell. ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, എസ് ആണ്. അതിൽ മാക്സിമം കൊള്ളാവുന്ന 2 ഇലക്ട്രോൺ ആണ്. ഒരു മെയിൻ ഷെൽ, അത് കെ ഷെല്ലാണ്, അതിൽ 2 ഇലക്ട്രോൺ. സോ ഹീലിയം അറ്റൈൻ സ്റ്റെബിലിറ്റി, വാലൻസി ഈസ് 0. ഹീലിയത്തിന് ശേഷം നിയോൺ മുതലുള്ള ബാക്കി എലമെൻസിന് 18ാമത്തെ ഗ്രൂപ്പിൽ 8 ഇലക്ട്രോൺ ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. നിയോൺ 10, അപ്പോൾ 2 8. ആർഗൺ 18 2 8 18 വരും. ആർഗൺ കഴിഞ്ഞ് ക്രിപ്റ്റോൺ 36. അങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകും. അവയുടെയൊക്കെ വാലൻസി ആയിട്ട്, വാലൻസി അല്ല, ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 8 വരും. അപ്പം all atoms have a tendency to attain stability by attain 8 electron in the outermost shell. In 18th group elements have already 8 electrons. So they are least reactive elements.
their valency considered as 0. അപ്പം നമുക്കൊരു ഗ്രൂപ്പ് റിലേഷൻ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഹാവ് വാലൻസി 1, സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഹാവ് വാലൻസി 2. ഫ്രം 13th ഗ്രൂപ്പ് എലമെൻറ്റ് ഹാവ് വാലൻസി 3, 14th ഗ്രൂപ്പ് ഹാവ് 4. ഫ്രം 15th ഗ്രൂപ്പ് വാലൻസി കംസ് 3, 2, 1. 2 for 16th ഗ്രൂപ്പ്, 1 for 17th ഗ്രൂപ്പ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ആണ് ഇലക്ട്രോൺ എങ്കിൽ വാലൻസി 3 ആകും, 6 ആണെങ്കിൽ 2 ആകും, 7 ആണെങ്കിൽ 1 ആകും. ദിസ് ഈസ് ദി വാലൻസി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് സംയോജകത എന്ന് പറയുന്നത്. അങ്ങനെ ഇനി വാലൻസി, ഇലക്ട്രോണും വാലൻസിയും തമ്മിലൊരു ചെറിയ വ്യത്യാസം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് വാലൻസി ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെയാണ് വാലൻസി ഇലക്ട്രോൺ എന്ന് പറയുന്നത്. 8 ഇലക്ട്രോൺ ആകുന്നതിന് വേണ്ടിയിട്ട് കെമിക്കൽ റിയാക്ഷനിൽ എത്രയാണോ വിട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് അതാണ് വാലൻസി. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് വാലൻസ് ഇലക്ട്രോൺ ഓർ സംയോജക ഇലക്ട്രോണുകൾ. എത്ര ഇലക്ട്രോണിനാണ് വിട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് അതാണ് വാലൻസി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടെ ടേബിൾ ഉണ്ടാക്കി നോക്കാം. അപ്പം ഗ്രൂപ്പ് എല്ലാം എഴുതാം, എലമെൻസിൻ്റെ പേരെഴുതാം, നമുക്ക് വാലൻസിയും കൊടുക്കാം. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ വാലൻസി 1, സെക്കൻഡ് ഗ്രൂപ്പ് 2, ഫ്രം 13th ഓൺവേർഡ്സ് 3, 4 കഴിഞ്ഞിട്ട് വീണ്ടും 3, 2, 1, 18th ഗ്രൂപ്പ് വരുമ്പോൾ 0 വരും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാലൻസി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ന്യൂമറിക്കലി ദീസ് ടു ആർ സെയിം. സോഡിയത്തിൻ്റെ വാലൻസി 1 ആണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2 ആണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ദർ ഈസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദർ ഈസ് എ സൈൻ പ്ലസ് ഓർ മൈനസ്. വാലൻസി എത്രയാണോ അതിനോടുകൂടി പ്ലസ് ഓർ മൈനസ് കൊടുക്കുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവും. That number is called oxidation number. ഓക്സീകരണ അവസ്ഥ അല്ലെങ്കിൽ ഓക്സീകരണ സംഖ്യ. അപ്പോൾ വാലൻസി കണ്ടുപിടിക്കാൻ അറിയാവുന്നൊരു കുട്ടിക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ ഓക്സീകരണ അവസ്ഥ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ആ വാലൻസി നമ്പറിനോടുകൂടി പ്ലസ്സോ മൈനസോ കൊടുക്കുക. എപ്പോഴാണ് പ്ലസ് കൊടുക്കുക? നമ്മൾ ഇലക്ട്രോൺസ് ഗിവ് ചെയ്യുമ്പോൾ, രാസപ്രവർത്തനത്തിൽ കൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിട്ട് മാറും. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഫ്രം 15th ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കംസ് -3, ഫോർ 16th ഗ്രൂപ്പ് -2, 17th ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് -1. ഫസ്റ്റ് ഗ്രൂപ്പിന് +1, സെക്കൻഡ് ഗ്രൂപ്പിന് +2. അങ്ങനെ ആ ഒരു കാര്യം കൂടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്കൊരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് മെറ്റലാണോ നോൺ മെറ്റലാണോ എന്നൊക്കെ ചോദിക്കാം. അതിന് ഔട്ടർ മോസ്റ്റ് ഷെൽ അറിയണം, ഓക്റ്ററ്റ് ആകാൻ എത്ര ഇലക്ട്രോൺ വേണമെന്ന് അറിയണം, അങ്ങനെ വാലൻസി മനസ്സിലാക്കണം, ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നോ സ്വീകരിക്കുന്നോ, വിട്ടുകൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് അയോൺസ് ആണ് മെറ്റൽസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, ഒരു അസൈൻമെൻറ്റ്. Suppose two elements X and Y have outermost subshell electronic configuration is 3s2 and 3s2 3p5 respectively. Which element have valency 1? Write the chemical formula of when X combines with Y. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല വെൻ എക്സ് കമ്പൈൻസ് വിത്ത് വൈ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുമ്പോഴാണ് എല്ലാ കുട്ടികളും ബുദ്ധിമുട്ട് പറയുന്നത്. ഇതൊന്ന് നമുക്ക് അനലൈസ് നോക്കാം. എക്സിൻ്റെ സബ്ഷെൽ ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2. വൈയുടെ ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2 3p5. എന്നിട്ട് അവന് വിച്ച് എലമെൻറ്റ് ഹാവ് വാലൻസി 1. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇത് തേർഡ് ഷെല്ലാണ് എക്സ്. തേർഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 2 ഇലക്ട്രോൺ. അപ്പോൾ വാലൻസി എത്രയായിരിക്കും? 2 ആയിരിക്കും.
ഇതും തേർഡ് ഷെല്ലാണ് തന്നിരിക്കുന്നത്. തേർഡ് ഷെല്ലിലെ വാലൻസി ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ എസും പിയും കൂടെ കൂട്ടണം. അപ്പോൾ 2 + 5 എത്രയാണ്? 7. അപ്പോൾ ഇവിടെ വാലൻസി ഇലക്ട്രോൺ 7 ആണ്. അപ്പോൾ ഫോർ അറ്റൈനിങ് ഓക്ടറ്റ് ഹൗ മച്ച് ഇലക്ട്രോൺ Y നീഡഡ്? 1 more electron. So the valency of Y is 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? വിച്ച് എലമെൻറ്റ് ഹാവ് വാലൻസി 1? Y have valency 1. ഡു യു നോ? അപ്പോൾ ഇത് എഴുതുന്നതിനാണ് നമ്മൾ വാലൻസിയെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞത്. ഫസ്റ്റ് വി റൈറ്റ് ദി സിംബിൾസ്. ആദ്യം നമുക്ക് ഇവിടെ സിംബിൾസ് എഴുതാം. എക്സ് ആൻഡ് വൈ. വാലൻസി ഓഫ് എക്സ് ഈസ് 3s2x. So the valency is 2. Valency 1. Valency of x is 2 given to y. Valency of y 1 given to x. When we write the chemical equation, we interchange the valencies. So the chemical equation is xy2. 1 ആണെങ്കിൽ നമ്മൾ എഴുതണ്ട. അപ്പോൾ ഇതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇവിടെ എല്ലാ കുട്ടികളും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയില്ല, തെറ്റിപ്പോയെന്നൊക്കെ പറയുന്നതാണ്. ഇതിനാണ് വാലൻസി ഇലക്ട്രോൺ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ മറ്റൊരു പോയിന്റ്, കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ട് വാലൻസി ചോദിക്കും. പിന്നെ ലാസ്റ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് വിച്ച് എലമെൻറ്റ് ഹാവ് വാലൻസി 1 or 2 അവിടെ നമുക്ക് വേണ്ടി വരും. പിന്നെ എലമെൻറ്റ്സ് ബ്ലോക്കുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഹാവ് ഫിക്സഡ് വാലൻസി ആൻഡ് ഫിക്സഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്, 1 വിട്ടുകൊടുക്കും. അപ്പോൾ ഫിക്സഡ് ആയിട്ട് 1 ഇലക്ട്രോണേ ഉള്ളൂ. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ 2 ഇലക്ട്രോൺ അങ്ങ് വിട്ടുകൊടുക്കും, ഫിക്സഡ് ആയിട്ട് 2 ഇലക്ട്രോണേ 2 വാലൻസി വരിക. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1ഉം +2ഉം വരും എസ് ബ്ലോക്ക് എലമെൻറ്റ്സിന്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെങ്കിൽ വാലൻസി വേരി ചെയ്യുന്നുണ്ട്. പി ബ്ലോക്ക് എലമെൻറ്റ്സിന് വാലൻസി എത്രയാണ്? അവയുടെ ഗ്രൂപ്പ് നമ്പർ പ്രകാരം നമ്മൾ പറയുന്നുണ്ട്. 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 13ാമത്തെ ഗ്രൂപ്പിന് 3 വരുന്നു, 14ാമത്തെ ഗ്രൂപ്പിന് 4, 15ാമത്തെ ഗ്രൂപ്പിന് -3 ആണ്, 16ാമത്തെ ഗ്രൂപ്പിന് 2 ആണ്, 17ാമത്തെ ഗ്രൂപ്പിന് 1, 18ാമത്തെ ഗ്രൂപ്പിൻ്റെ വാലൻസി 0. ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുമ്പോൾ അതിനോടുകൂടി പ്ലസ് ഓർ മൈനസ് കൂടി കൊടുക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കംസ് ബിറ്റ്വീൻ സെക്കൻഡ് ഗ്രൂപ്പ് ആൻഡ് 13th ഗ്രൂപ്പ്. 2ാം ഗ്രൂപ്പിനും 13ാം ഗ്രൂപ്പിനും ഇടയിലുള്ള 10 കോളങ്ങളുടെ മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ സ്കാൻഡിയം. അറ്റോമിക് നമ്പർ ഓഫ് സ്കാൻഡിയം 21. Subshell electronic configuration 3d1 forest. അപ്പോൾ ഡി സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത്, അതുകൊണ്ട് ഇത് ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഔട്ടർമോസ്റ്റ് ഷെൽ ഈസ് 4th ഷെൽ. 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ 2 ഇലക്ട്രോൺ ആണെങ്കിൽ അത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും, ഇതിൽ നിന്നും 2 കൂടി പോയ 2 ഇലക്ട്രോൺ ആകും. ചില സന്ദർഭങ്ങളിൽ ഡിയിൽ 1 ഇലക്ട്രോണും കൂടെ ചേർന്ന് 3 ഇലക്ട്രോൺ വരെ വിട്ടുകൊടുക്കും. ബിക്കോസ് 4th s level and 3d level have equal energy level. ഏകദേശം അവയുടെ എനർജി ലെവൽ ഈക്വൽ ആണ്. അതുകൊണ്ട് 4sനോടൊപ്പം 3dയിൽ ഇലക്ട്രോണും കൂടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. സോ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഷോസ് വേരിയബിൾ വാലൻസി. S block and P block elements have fixed valency. D block elements shows variable valency. Here scandium shows +1, +2, +3. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അയണിൻ്റെ 2 ക്ലോറൈഡുകളാണ് FeCl2, FeCl3. FeCl2 അയണിൻ്റെ വാലൻസി 2 ആണ്. FeCl3 അയണിൻ്റെ വാലൻസി 3 ആണ്. അറ്റോമിക് നമ്പർ ഓഫ് അയൺ 26.
3d6 വരും. ചില സന്ദർഭങ്ങളിൽ എസ്സിൽ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും, അപ്പോൾ വാലൻസി 2 വരും. ഡിയിൽ നിന്ന് 1 ഇലക്ട്രോൺ കൂടെ പോകുമ്പോൾ വാലൻസി എത്രയാവും? 3 ആവും. അപ്പോൾ അയൺ 2 വാലൻസികൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, 2ഉം 3ഉം. അപ്പോൾ അയൺ ഷോസ് വേരിയബിൾ വാലൻസി. ദിസ് ഈസ് ഓൾസോ എ ഡി ബ്ലോക്ക് എലമെന്റ്. Similarly, manganese also shows variable valency +1, +2, +4, +7 വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഷോസ് വേരിയബിൾ വാലൻസി. ഈ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് വാലൻസി എന്ത്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തെന്നൊരു പ്രയാസം അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഈ ക്ലാസ് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.